5 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റ പയ്യാമ്പലത്ത് പേടിയോടെയാണ് അവിടെയുള്ള മനുഷ്യർ കഴിയുന്നത്. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിട്ടും ഇവിടെ തെരുവുനായകൾക്ക് ഒരു കുറവുമില്ല. പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾക്കും തെരുവുനായ ഭീഷണിയാവുകയാണ്. പയ്യാമ്പലത്ത് നിന്ന് അർജുൻ കല്യാട് കണ്ട കാഴ്ചകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പയ്യാമ്പലത്താണ്. കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണത്തിൽ ഒരു 5 വയസ്സുകാരന് ജീവൻ നഷ്ടമായത് ഇതേ പയ്യാമ്പലത്ത് വെച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു 100-500 മീറ്റർ മാത്രം അകലെ വെച്ചാണ് ആ കുഞ്ഞിന് മെയ് 31-ാം തീയതി തെരുവുനായയുടെ കടിയേൽക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ആ സംഭവത്തിന് ശേഷവും തെരുവുനായ പലയിടങ്ങളിലായി വിലസുകയാണ്. തെരുവുനായ ശല്യത്തിന് പരിഹാരമാവുന്നില്ല. ഒരു തെരുവുനായ താഴെ കാണാം, മറ്റൊരു തെരുവുനായ എത്രയോ സഞ്ചാരികൾ കടന്നു വരുന്ന നടപ്പാതയിലൂടെയൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതുങ്ങളെ പേടിച്ചിട്ട് അങ്ങോട്ട് പാത്തേ, കാരണം ഇതുങ്ങളങ്ങനെ കടിച്ചാൽ പിന്നെ നമ്മുടെ പണി തീർന്നു. ഇതുങ്ങൾ വിശന്നിരിക്കുന്ന നേരത്തായിരിക്കും നമ്മൾ യാത്ര ചെയ്യണേ. അപ്പോൾ അവർക്ക് ഇഷ്ടാവില്ല, തിരിച്ച് കടിക്കും. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പയ്യാമ്പലം. പയ്യാമ്പലത്ത് ഈ തെരുവുനായി ഇങ്ങനെ ആൾക്കാരൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടിയാണല്ലേ? പേടിക്കാണ്ട് പറ്റൂലല്ലോ. പട്ടീനെ തല്ലിക്കൊന്നും കളയാൻ പറ്റൂല. എന്ത് ചെയ്യാ, നടക്കുക, പേടിച്ച് നടക്കുക. കുറച്ച് നായ്ക്കളുണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമുക്ക് ആ ഒരു വൈബ് കിട്ടൂലല്ലോ, പേടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകണ്ടേ. ഭയങ്കര പേടി തന്നെയാ. ഇന്നലെ നായ വന്നോ പുറകെ തന്നെ? ഞാൻ മിന്നാണ് വന്നിന്. എന്താ സംഭവിച്ചേ? നഖ മുറിക്കുമ്പോ നായ വന്നിന് കടിക്കാണ്. ഏത് നേരത്തെ നിങ്ങൾ ഇതാവണേന്നാ വേലൻ്റെ ആവണേന്ന് അറിയാൻ പറ്റൂല. കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടി ഇവിടത്തേക്ക് പയ്യാമ്പലത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ പേടിയാണ്. ഏത് നേരത്തെ ഇവര് നമ്മളെ ഉപദ്രവിക്കണേന്ന് അറിയില്ലല്ലോ. പയ്യാമ്പലത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റുകളിൽ ഈ പറയുന്ന വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ആഴ്ചകളായി ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു പക്ഷേ 1-2 ആഴ്ച ആയിരിക്കാം ഇത് മാറ്റിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഭക്ഷണം സുലഭമായി കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തെരുവുനായകൾ ഇങ്ങനെ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള പരാതികളും ഉയരുന്നുണ്ട്. എന്തായാലും തെരുവുനായയുടെ ശല്യത്തിന് ഇപ്പോഴും പയ്യാമ്പലത്തും പരിസര പ്രദേശങ്ങളിലും കണ്ണൂരിലുമൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ 10-70ഓളം നായകളെ ABC കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായി ഇതിനൊരു പരിഹാരമായി എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ വേണ്ടി കഴിയില്ല. ഒരു ശാശ്വത പരിഹാരം ഈ തെരുവുനായ ശല്യത്തിന് ഉണ്ടാക്കണമെന്നുള്ള കൈകൂപ്പിയിട്ടുള്ള അഭ്യർത്ഥനകളാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പങ്കുവെക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബൈശിക്കൊപ്പം കണ്ണൂർ പയ്യാമ്പലത്തു നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ.